രാജ്യസഭയ്ക്ക് പിന്നാലെ ലോക്സഭയിലും പ്രതിപക്ഷ എംപിമാർക്ക് സസ്പെൻഷൻ. കഴിഞ്ഞ ദിവസം പാർലമെന്റിൽ പ്രവേശിച്ച് യുവാക്കൾ പ്രതിഷേധിച്ച സംഭവത്തിൽ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത് ഷായുടെ മറുപടി ആവശ്യപ്പെട്ട് പ്രതിഷേധിച്ചതിന് പിന്നാലെ ആദ്യം 5 പ്രതിപക്ഷ എംപിമാരെയാണ് ലോക്സഭയിൽ നിന്നും സസ്പെൻഡ് ചെയ്തത്. കേരളത്തിൽ നിന്നുമുള്ള UDF എംപിമാരായ TN പ്രതാപൻ, ഹൈബി ഈഡൻ, ഡീൻ കുര്യാക്കോസ്, രമ്യ ഹരിദാസ്, തമിഴ്നാട്ടിൽ നിന്നുമുള്ള കോൺഗ്രസ് MP ജ്യോതിമണി എന്നിവരെയാണ് സസ്പെൻഡ് ചെയ്തതായി പാർലമെന്ററി കാര്യമന്ത്രി പ്രഹ്ലാദ് ജോഷി അറിയിച്ചത്. പിന്നാലെ ബെന്നി ബെഹ്നാൻ, VK ശ്രീകണ്ഠൻ, കനിമൊഴി, മുഹമ്മദ് ജാവേദ്, PR നടരാജൻ, K സുബ്രഹ്മണ്യം, SR പ്രതിഭം, S വെങ്കിടേശ്വരൻ, മാണിക്യം ടാഗോർ എന്നിവരെയും സസ്പെൻഡ് ചെയ്തതായി അറിയിച്ചു. പാർലമെന്റ് അതിക്രമത്തിൽ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത് ഷാ മറുപടി നൽകണം, അക്രമികൾക്ക് പാസ് നൽകിയ MP-യെ സസ്പെൻഡ് ചെയ്യണം എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് എംപിമാർ ലോക്സഭയിൽ ബഹളം വെച്ചത്. +2 ഡിഗ്രി കഴിഞ്ഞവർക്ക് വേൾഡ്സ് ഫസ്റ്റ് AR/VR ക്ലാസ് റൂമിലൂടെ സ്മാർട്ട് ഫോൺ എഞ്ചിനീയർ ആവാം. കൂടുതൽ അറിയാൻ വിളിക്കൂ ബ്രിഡ്കോ ആൻഡ് ബ്രിഡ്കോ. ഇതേ വിഷയം രാവിലെ രാജ്യസഭയിൽ ഉന്നയിച്ച് പ്രതിഷേധിച്ച തൃണമൂൽ MP ഡെറിക് ഒബ്രിയാനെ നേരത്തെ സസ്പെൻഡ് ചെയ്തിരുന്നു. സ്പീക്കറുടെ ചെയറിനടുത്തെത്തി പ്രതിഷേധിച്ചതിനാണ് തൃണമൂൽ കോൺഗ്രസ് MP ഡെറിക് ഒബ്രിയാനെ ഈ സഭാ കാലാവധി കഴിയുന്നതുവരെ സസ്പെൻഡ് ചെയ്തത്. ഇരു സഭകളിലും ഇന്ന് പ്രതിപക്ഷ എംപിമാർ പ്രതിഷേധിച്ചിരുന്നു. എന്നാൽ ലോക്സഭയുടെ നാഥൻ താനാണെന്നും താൻ ഇന്നലെ തന്നെ ഈ വിഷയത്തിൽ പ്രതികരിച്ചതാണെന്നും പറഞ്ഞ് ലോക്സഭാ സ്പീക്കർ മറ്റു നടപടികളിലേക്ക് കടക്കുകയായിരുന്നു. ലോക്സഭയുടെ സന്ദർശക ഗ്യാലറിയിൽ നിന്നും എംപിമാർക്കിടയിലേക്ക് ചാടി പ്രതിഷേധിച്ച സംഭവത്തിൽ സുരക്ഷാ പ്രശ്നം ചർച്ച ചെയ്യണമെന്നായിരുന്നു പ്രതിപക്ഷ എംപിമാരുടെ ആവശ്യം. എന്നാൽ സ്പീക്കർ ഇത് അംഗീകരിച്ചില്ല. സ്പീക്കറുടെ ചെയറിനടുത്തെത്തി പ്രതിഷേധിച്ച ഡെറിക് ഒബ്രിയാനോട് സഭയിൽ നിന്ന് പുറത്തു പോകാൻ ആവശ്യപ്പെട്ട് സഭ തൽക്കാലത്തേക്ക് പിരിക്കുകയും പിന്നീട് സഭ ചേർന്ന ഉടൻ തന്നെ ഡെറിക് ഒബ്രിയാനെ സസ്പെൻഡ് ചെയ്യുകയാണെന്ന് അറിയിക്കുകയുമായിരുന്നു. മുടങ്ങിപ്പോയി നിങ്ങളുടെ പഠനം പൂർത്തിയാക്കൂ. അംഗീകൃത യൂണിവേഴ്സിറ്റികളിൽ നിന്നും ഓൺലൈനായും ഓഫ്ലൈനായും. എയ്ഡ് എഡ്യൂക്കേഷൻ. കോൾ 9037242243.